ഇത്രയും അവിടെ ജൂയിഷ് ആയിട്ടുള്ള ഈ പറയുന്ന സ്പൈ ഓർഗനൈസേഷൻ ഇറാൻ്റെ അകത്ത് കയറിയിട്ട് ഡ്രോൺസ് വെച്ചിട്ട് ഇവരുടെ കീ ആയിട്ടുള്ള മിലിറ്ററി ലീഡേഴ്സിന് ഒറ്റ പ്രാവശ്യം ഇസ്രായേലിന്റെ അറ്റാക്കും ഇവരെ തീർക്കുകയും അതൊരു ആ പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇന്റലിജൻസ് ആണ് ശരിക്കും. അവരുടെ മൊസാദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൊസാദിനെ കുറിച്ച് പറയുന്നതെന്നറിയോ, ദ ബെസ്റ്റ് കില്ലിംഗ് മെഷീൻ എന്നാ പറയുന്നത്. അതെ, കില്ലിംഗ് മെഷീൻ എന്ന് അവരെ പറ്റി പറയുന്നത്. അപ്പം എത്ര പ്ലാനായിട്ട് ചെയ്തിട്ട് അവര്, അതേപോലെ മസൂദ് പെഷഷ്കാൻ ഇറാനിയൻ പ്രസിഡന്റ് 100-300 കിലോമീറ്റർ ദൂരെ മാറി രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇറാന്റെ മിലിറ്ററി ലീഡേഴ്സിനെ കാണുന്ന സമയത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരെ ഉൾപ്പെടെ അവരെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സംഭവം അടുത്ത കാരണം ഞാനിത് വായിക്കുമ്പോൾ ത്രില്ലിംഗ് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വായിച്ചു. അപ്പൊ അതിനകത്ത് അത് ഏകദേശം ഒരു 10 വർഷം കൊണ്ട് ഇറാന്റെ ക്ലർജി, അതായത് അലി ഖമൈനിയെ ഒക്കെ ഇവരൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ഷിയ മുസ്ലിമിന്റെ അവരുടെ ഒരു ക്ലർജി, അയാള് ജൂയിഷ്, അയാള് ചാരനായിരുന്നു, പിന്നീട് അറിയുന്നു. അപ്പം ആലോചിച്ച് നോക്ക്, എന്തോ മാസ്റ്റർ പ്ലാൻ. ഇവര് വളരെ പെനട്രേറ്റ് ചെയ്ത് കയറി അവരുടെ അകത്ത് മുഴുവൻ ഇവരുണ്ട് ശരിക്കും. ഇവരെ മുഴുവൻ നമുക്ക് ഈ മിഗ് എന്ന് പറഞ്ഞ വിമാനത്തെ നമുക്കറിയാം. മിഗ് എന്ന് പറഞ്ഞ വിമാനം അന്ന് ഇസ്രായേല് അത് ഹൈജാക്ക് ചെയ്തായിരുന്നു. ആ മിഗിനെ റഷ്യ എവിടുന്ന്, ഇറാഖിൽ നിന്ന്, സദാം ഹുസൈന്റെ കാലത്ത്. അപ്പം അത് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ അവിടെ ഒരു ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു ജൂയിഷ്. പുള്ളിയെ ഇവരെ ആയിട്ട് ഡീല് വന്നു. പുള്ളി പറഞ്ഞു എന്റെ ഫാമിലിയെ ഫസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ പുള്ളിയെ ഫാമിലിയെ മൊസാദ് കൊണ്ടുവന്നു, ഇസ്രായേൽ കൊണ്ടുവന്നു. ഇയാൾ അവിടുന്ന് ഫൈറ്റർ പ്ലെയിൻ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ദ പ്രിൻസ് ഈസ് ലാൻഡിംഗ് എന്നാണ് അന്ന് പിന്നെ എയർപോർട്ടിൽ വെച്ച്, ബെൻഗുരിയൻ എയർപോർട്ടിൽ അവർ കൊടുത്ത മെസ്സേജ്. അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇവൻ ഫ്ലൈറ്റ് കൊടുത്തോണ്ട് അങ്ങോട്ട് പോയി. ഇവര് തിരിച്ചു വന്നപ്പോഴേക്കും ഓൾറെഡി ഇവൻ അത് കവർ ചെയ്തു. കാരണം അതിനുശേഷമാണ് 1967 വാറിൽ ഇസ്രായേലിൽ വിജയിച്ചെന്ന കാരണം ഈ മിഗിനെ അമേരിക്കയ്ക്ക് കൈമാറിയിട്ട്. കാരണം അത് ഏറ്റവും വലിയ മാനോവറിംഗ് പവറും ഒക്കെ ഉള്ള നല്ല ഫ്ലൈറ്റ് ആണ് മിഗ് 29. മിഗ് 21 എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മിഗായിരുന്നു. ഓക്കെ, അതിനെ കറക്റ്റ് അമേരിക്കയും ഇസ്രായേലും കൂടി ഇരുന്നിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പുതിയ ഒരു വെപ്പൺ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഇസ്രായേൽ കയറി അടിക്കുന്നത്, ഈജിപ്തിനെ കയറി അടിക്കുന്നത്.